ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുള്ള ഒരു പായസത്തിന്റെ റെസിപ്പിയാണ്. 1 കപ്പ് ചോറ് ബാക്കിയുണ്ടെങ്കിൽ പായസം തയ്യാറാക്കാം. ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയത്തേയില്ല. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള പാത്രത്തിൽ പഞ്ചസാര മീഡിയം ഫ്ലെയിമിൽ വെച്ച് കാരമൽ ചെയ്തെടുക്കാം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയം ഇതൊന്ന് കട്ടിയാകും. സാരമില്ല, ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇവിടെ 1 കപ്പ് ചോറ് മിക്സിയുടെ ജാറിൽ വെച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. കട്ടയെല്ലാം പതിയെ ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ 1 കവർ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് 1/4 ഭാഗത്തോളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വറ്റിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയും ഏലക്കയും നെയ്യിൽ വറുത്ത് ഇതിലോട്ട് ഏറ്റവും അവസാനം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം വറ്റിയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് ഏറ്റവും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈ പായസം തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായം കമന്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.